ഇവിടെ ഉണ്ടായിരുന്ന മണൽ ഇന്നെവിടെ പോയി? ആരെങ്കിലും മോഷ്ടിച്ചോ? അതെ, മോഷ്ടിച്ചു. വേറാരുമല്ല, ഈ കടൽ തന്നെയാണ് മോഷ്ടിച്ചത്. അതിന് കാരണം എന്തെന്ന് നമുക്ക് നോക്കിയാലോ? മാൽഡീവ്സിലെ ദ്വീപുകൾ കല്ലുകൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്, മണലും കോറൽസും ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നീ കാണുന്ന ദ്വീപുകൾ അതുപോലെ തന്നെ കാണുമെന്ന് നമുക്ക് പറയുന്നത്. തിരകൾ ചില ഭാഗങ്ങളിൽ നിന്ന് മണൽ കൊണ്ടുപോകും. അതിനെയാണ് ഇറോഷൻ എന്ന് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, കടലിൻ്റെ നിരപ്പുയരുന്നത്, ഹാർബർ നിർമ്മാണം, മണൽ ഡ്രഡ്ജിംഗ് അതായത് കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് മണൽ നീക്കം ചെയ്യൽ, ഇതുപോലെയുള്ള അമിതമായ തീരവികസന പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ. അതേ മണ്ണ് മറ്റൊരിടത്ത് നടിയുന്നു, അതാണ് ഡെപ്പോസിഷൻ. അതുകൊണ്ടാണ് ഒരു ദ്വീപ് വലുതാകുമ്പോൾ മറ്റൊരു ദ്വീപ് ചെറുതാകുന്നത്. അപ്പോൾ ഈ ചെറുതാകുന്ന ദ്വീപുകളെ സംരക്ഷിക്കാനായിട്ട് മനുഷ്യർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ? അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനിയും കാണുന്നവരെ ബൈ ബൈ.